ഐടെൽ എന്ന ബ്രാൻഡിന്റെ ഐടെൽ A05s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മുമ്പ് ഇതേ പേരിൽ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത് പുതിയ വെർഷനാണ്. നമ്മൾ പഴയ വെർഷൻ ലോഞ്ച് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ട് എന്നുള്ള കാര്യം. എന്നാൽ പുതിയ വെർഷൻസിലോട്ട് വരുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റാമും ഇന്റേണലും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിലയും അവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഐടെൽ A05s എന്ന സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു സ്മാർട്ട് ഫോൺ 6100 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇപ്പം വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐടെൽ A05s എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയും ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഇതിൽ 4 GB റാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 64 GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 2 GB റാം അല്ലാന്നുണ്ടെങ്കിൽ 3 GB റാം ഒക്കെയാണ് വരാറ്. പക്ഷേ ഇതിൽ 4 GB റാം വരുന്നുണ്ട്. അതുകൂടാതെ 64 GB ഇന്റേണലും വരുന്നുണ്ട്. ഇപ്പം പഴയ വെർഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ അവർ 2 GB റാമും 32 GB ഇന്റേണലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം 6100 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ അവർ 4 GB റാമും 64 GB ഇന്റേണലും തരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ഫിംഗർ പ്രിന്റ് സെൻസർ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. HD റെസൊല്യൂഷൻ ഓക്കെയാണ്. LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഒരു നമുക്ക് പഞ്ചോൾ ഡിസൈൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഇല്ലാത്തത് ഓക്കെയാണ്. പിന്നെ 120 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സും മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഫോണിന്റെ തിക്നെസ് വരുന്നത് 9.18 mm ആണ്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC SC9863A എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 6100 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാം. പിന്നെ ഇതിന്റെ കൂടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4 GB റാം ഒക്കെ വരുന്നു എന്നുള്ളത് നല്ലൊരു കോമ്പിനേഷനൊക്കെ തന്നെയാണ്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് 5G ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. Android 13 ബേസ് ആയിട്ടുള്ള Go Edition സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. Go Edition എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാം കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ഫോണിൽ ഹാങ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് ഫോണിൽ കൊടുക്കാറ്. അതാണ് Go Edition. അങ്ങനെയുള്ളൊരു Go Edition സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 8 MP ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. പഴയ വെർഷനിൽ 5 MP ക്യാമറ സെൻസറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇതിൽ ഒരു അപ്ഗ്രേഡൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നില്ല. 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. പക്ഷേ അതൊരു കംപ്ലൈൻറ്റ് ആയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറയാൻ പറ്റില്ല. പിന്നെ Type-C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ തന്നെ 4000 mAh ബാറ്ററി ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം നമുക്ക് പല ഫോണുകളിലും 5000 mAh ബാറ്ററി തന്നെ കിട്ടാറുണ്ട്. പക്ഷേ ഈ ഫോണിൽ 4000 mAh ബാറ്ററി വരുന്നുള്ളൂ. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4 GB റാം 64 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 6099 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി 4000 mAh വരുന്നുള്ളൂ. പിന്നെ കോമ്പറ്റീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐടെലിൻ്റെ തന്നെ കാര്യത്തിൽ ഐടെലിൻ്റെ A60s എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്.
ആ ഒരു ഫോണിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. ആ ഒരു ഫോണാണെങ്കിൽ 6000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇതിനേക്കാൾ ഒരു 100 രൂപയും കുറവാണ്. പിന്നെ അതിലും 4 GB റാമും 64 GB ഇൻറ്റേർണലൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിലും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഐറ്റലിൻ്റെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ A60s എന്ന സ്മാർട്ട് ഫോൺ എടുക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഇതേ സെയിം ബ്രാൻഡിൻ്റെ ഭാഗത്തുനിന്ന്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.